മണിക്കുട്ടിനുണ്ട് എനിക്കറിയില്ല. പഞ്ചാര പായസം അതെനിക്കറിയാം. ഇതിന്റെ പാട്ടുണ്ട്, ഇനി ഇവിടെയും പാട്ടുണ്ട്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇവിടെ ആര്യാമ്മ ഇരിപ്പുണ്ട് കളിച്ചത്. അറിഞ്ഞൂടെ പോകുന്ന ഇന്നത്തെ എനിക്ക് ഊക്ക് വാങ്ങാൻ പോകുന്നതെന്ന് തോന്നുന്നു. അതിനകത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കാൻ ഇത് വേറെ ശബ്ദം ക്യാപ്പത്ത്. സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ പാട്ടും ഡാൻസും ഒക്കെ കാണും. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഞങ്ങളിപ്പോൾ 42 കുട്ടികളുണ്ട്. ആദ്യത്തെ 10 പേര് നമ്മുടെ എന്താ പറയുക, മനഃശാന്തിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ എക്സർസൈസുകൾ പഠിപ്പിച്ചു തരും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അന്നേരം ഭക്തിയ വന്ദിച്ചിരുത്തിനാൻ നന്നായി വിഷ്ണുരാധൻ ബ്രഹ്മാരാധനെ ജന്മസാഫല്യം യന്ത്രം മാറിവായി നന്മ ചോദിച്ചാൻ കൃഷ്ണ ഹരേ ജയ. ആദിത്യനുദയേതിമീരം പോലെ നോടരുളീശുകൻ ജ്ഞാനിമാരാ മുനിമാരിലഗ്രനേ ജ്ഞാനം എത്രയും കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ. ഹലോ. ഓക്കെ, ഇനി അടുത്ത എന്തെങ്കിലും ഉണ്ടോ ഇതുപോലെ? കഴുത്തിന്റെ വ്യായാമ മുറ നമ്മൾ പഠിച്ചു. ഏതായിരുന്നു കഴുത്തിന്റെ? ഇതല്ലേ? ഒക്കെ ചെയ്ത് അതെ ഒക്കെ ചെയ്ത് നോക്കുക. പിന്നെ തോളിന്റെ പഠിച്ചു, കാലിന്റെ പഠിച്ചു. ഇത്രയേ ഉള്ളൂ. ഇരുന്നോണ്ട് ചെയ്ത് അങ്ങനെ 2-3 പ്രാവശ്യം എന്താണ് എതിർ ദിശയിലൂടെ കൈയും കാലും പൊക്കുക. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ കാണിച്ചെടുത്തേ ചെയ്യോ? ആദ്യത്തെ കൈ പൊക്കിട്ട് എല്ലാവരും വലത്തെ കൈ അതിന്റെ അടുത്ത കാലം കൂടെ നോക്കിയേ. അതെ തിരിച്ചോ. അല്ല, ദിവസം കുറച്ച് നേരം നടന്നാലും മതി. നമ്മുടെ
പിന്നെ ഈ കൈ കൊണ്ട് ഇപ്പോഴത്തെ കാല് ഇങ്ങനെ കാല് തൊടണം എന്നല്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ രാവിലെ കുറച്ചേരം നടക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കുറച്ചും കൂടി ഊർജ്ജസ്വലമായിട്ട് ആ ഒരു ദിവസം കൊണ്ടുപോകാൻ പറ്റും. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആച്ചക്കിളി പോകും നേരം മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമേയുന്ന പുല്ലാരിക്കാട്ടിൽ കന്നിമാങ്ങ പറിച്ചു നടക്കാം. കാറ്റിൻ പാദസരങ്ങൾ കിഴുക്കാം. കുഞ്ഞിമ കയ്യിൽ വാർമതി വരമ്പുമുണ്ടോ വാനം പാടിതൂവരുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. താരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി ആയിരം കണ്ണുമാൻ കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലത്തെ കിളി. പൈകിളി മലത്തെ കിളി മഞ്ഞു വീണതറിഞ്ഞില്ല. വെയിൽ വന്നു പോയതറിഞ്ഞില്ല. ഉള്ളിൽ നീ വരും മാനം കണ്ണുമാൻ കാത്തിരുന്നു നിന്നെ ഞാൻ. എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലത്തിൻ കിളി. പൈകിളി മലത്തിൻ കിളി. നിത്യം കാണണം തന്റെ അമ്പാടിയെ നിത്യം കാണണം. മണിമുകിലണിമയിൽ പന്താര കുളിർമയിൽ മുഴുക്കാപ്പഴിഞ്ഞു താഴണം. മുഴുക്കാപ്പഴിഞ്ഞു താഴണം. പിള്ളേരൊക്കെ വരുമ്പോ കേൾക്കും ഇങ്ങനെ അല്ലേ? പണ്ടത്തെ പാട്ടൊന്നും അല്ല, എല്ലാം പുതിയ പാട്ട്. ലിറിക്സിന് അർത്ഥമൊന്നും കാണത്തില്ല, എന്നാലും ഇങ്ങനെ കേൾക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മളെ ചെറിയൊരു കളി കളിക്കാൻ പോവാണേ, ഒരു ഗെയിം. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുറകിൽ നിന്നാണേ. കാരണം പുറകിൽ ഇരിക്കുന്നവർക്ക് അങ്ങോട്ട് കേൾക്കാനൊന്നും വയ്യായിരിക്കും ഫ്രണ്ടിലുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമുക്ക് പുറകിലോട്ട് പോവാം. അപ്പോൾ ഏറ്റവും പുറകിലിരിക്കുന്ന അപ്പച്ചൻ ഒരു അപ്പച്ച പേരെന്നതാ? പി സോമൻ. വെറും സോമൻ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, സോമൻ എന്ന് പേരുള്ള ഒരു സിനിമ നടനുണ്ട്, അറിയാവോ? പുള്ളിക്കാരൻ്റെ ഒരു സിനിമയുടെ പേര് പറയാവോ? ഏതെങ്കിലും ഒരു സിനിമ. അവളൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, അതെല്ലാം കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയാവോ സിനിമ ഏതാന്ന്? സോമന്റെയും മമ്മൂട്ടിയുടെയും കുറെ പെങ്ങന്മാരുടെയും. ഹിറ്റ്ലർ. ജിയാ ജോയ് പറഞ്ഞിട്ടുണ്ട് ഹിറ്റ്ലർ. ആ ഓക്കെ, ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. അപ്പം അപ്പച്ചൻ എന്താ ചിന്തിച്ചോണ്ടിരിക്കുകയാണല്ലോ? എന്തെങ്കിലും പഴയ ഓർമ്മകളിലേക്ക് പോയോ? സിനിമ ഒന്നുമില്ല. എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളോട്? ഒന്നുമില്ല. ഒന്നുമില്ല. എന്താ? നത്തിങ്. ഇംഗ്ലീഷൊക്കെ തെറ്റായിട്ട് അറിയാം. അച്ഛൻ എവിടം വരെ പഠിച്ചു?
വരെ. എന്നിട്ട് അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച്? ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്. ഷേക്സ്പിയറിനെയൊക്കെ അറിയോ? ഷേക്സ്പിയറിന്റെ ഏതെങ്കിലും കഥയൊന്നും പറയാൻ പറ്റത്തില്ല. വേറെ ഇഷ്ടമുള്ള എന്തെങ്കിലും വിഷയമുണ്ടോ ഇങ്ങനെ പറയാൻ പറ്റുന്ന, ഞങ്ങൾക്ക് കൊച്ചു ന്യൂ ജനറേഷന് പറയാൻ പറ്റുന്ന സബ്ജക്റ്റ്? ഞങ്ങൾക്ക് ഇപ്പൊ പ്രായമായവരുടെ അടുത്തുനിന്ന് ഉപദേശം ഒരു കണക്കിന് വരെ അതന്നെ. ഞങ്ങൾ പുതിയ പിള്ളേർ പഠിക്കേണ്ട എന്തെങ്കിലും കാര്യം അപ്പച്ചന് പറയാൻ പറ്റുമോ? മെമ്മറി വീക്ക് എന്നാ കുഴപ്പമില്ല. അച്ഛൻ പാട്ട് പാടുവാ? ഇല്ലേ? അറിയോ? സ്വർഗകാരികേ ഇതിലേ ഇതിലേ സുന്ദലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ കൽപ്പന മധുരഭാഷിയായി മന്ത്രിക്കുന്നു സ്വർഗകാരികേ ഇതിലേ ഇതിലേ. മൂടുപടം മാറ്റി മുഖം കുളിച്ചെത്തുന്ന നാടെന്നതുപോലെ, മൂടുപടം മാറ്റി മുഖം കുളിച്ചെത്തുന്ന നാടെന്നതുപോലെ നവമീ ചന്ദ്രിക നിന്നോട് മുന്നിൽ നവമീതലം വാരി തൂകി സ്വർഗകാരികേ ഇതിലേ ഇതിലേ. കുഞ്ഞുമേഘങ്ങളെ മുല കൊടുത്തുറക്കിയ മഞ്ഞണിക്കുന്നുകൾ തോഴികളെ പോ മാമരയവനികയ്ക്കുള്ളിൽ നിന്നീ പ്രേമ സംഗമം നോക്കുകയാവാം സ്വർഗകാരികേ ഇതിലേ ഇതിലേ സുന്ദലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെ കൽപ്പന മധുരഭാഷിണിയായി മന്ത്രിക്കുന്നു സ്വർഗകാരികേ ഇതിലേ ഇതിലേ. കണ്ണി കണ്ടോ കവിളിന തഴുകിയോ വെള്ളിമണിക്കിലുന്നല്ലോ നീ വരുമ്പോ കഴിയവൾ കരഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു നീലാ
എൻ നെഞ്ചിൽ ചാഞ്ഞിടുവാ തളിലതന്നുലഞ്ഞു രാഗമുദ്ര ചൂടും ചെഞ്ചുണ്ടു വിതുമ്പി നിന്നു കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ കൺമണി കണ്ടോ കവിളിണ തഴുകിയോ ഹലോ മാഡം ഞങ്ങൾക്ക് നന്ദി പറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് മാഡത്തോടും ഇവിടെ ഈ അതോറിറ്റിയോടും നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 10-25 കൊല്ലമാവുന്നു ഞങ്ങൾ ജനിച്ച് ജീവിക്കുന്നു തുടങ്ങിയിട്ട്. അപ്പം ഞങ്ങൾക്ക് ഈ വിസിറ്റ് ഒരു പുതിയ പാഠമെന്ന് ചോദിച്ചാൽ കുഞ്ഞിലെ മുതലേ കേൾക്കും. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, ഇവിടെ ഉള്ളവർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കേട്ട് വളരുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്കത് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിച്ചു എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അധികം ഒന്നും വേണ്ടല്ലേ, ഒന്ന് വർത്താനം പറഞ്ഞാൽ മതി അല്ലേ, ഒന്ന് വർത്താനം പറഞ്ഞാൽ മതി, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതി, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും പാടിപ്പിച്ചാൽ മതി അല്ലേ. ചെറിയ ആഗ്രഹങ്ങളാണ്, പക്ഷെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇന്നത്തെ ഈ വരവ് കൊണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഡോക്ടർ അഞ്ജു, നഴ്സ് നീതു ചേച്ചി, പിന്നെ സൗദ ചേച്ചി, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോടൊപ്പം ആയിരിക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ മാഡത്തിന് ഞങ്ങളോടൊപ്പം വന്ന് ഇതെല്ലാം ഞങ്ങളുടെ ഒരു ലീഡർ എന്ന നിലയിൽ വർക്ക് ചെയ്ത ഞങ്ങളുടെ മാഡത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ ഈ വിസിറ്റ് എന്നും മനസ്സിലൊരു മുതൽക്കൂട്ടായി കൊണ്ട് നടക്കണം എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മൾ പോവുകയാണ്.